ടാറ്റാ. അമ്മയുടെ അമ്മോ നേഹ കഴിഞ്ഞു. നമ്മൾ പാക്കപ്പ് ചെയ്ത് പോവുകയാണ് ഗൈസ്. വീട്ടിൽ പോയി ആദ്യം എനിക്ക് പോയി ഡോക്ടറെ കാണിക്കണം. നമ്മൾ ഇറങ്ങി ഗൈസ്. ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു. ഇനി എക്സാം ഉണ്ട്. എക്സാം കഴിഞ്ഞിട്ട് CL അക്കാഡമിൻ്റെ ലാസ്റ്റ് ഡേയും കൂടിയാണ്. എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും. ഇനിയൊരു ദിവസം കൂടി ഇവിടെ നിൽക്കാതെ ശേഷി എൻ്റെ ബോഡിക്കും ഇല്ല എനിക്കും ഇല്ല. സോ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇന്ന് പാക്ക് ചെയ്ത് പോവുകയാണ്. നാളെ പോകണമെന്നതിന് വിചാരിച്ചത്. ബട്ട് ആർക്കും അതിനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടും എല്ലാവരും ഇതാക്കുന്നത് കൊണ്ടും നമ്മൾ നേരത്തെ ഇറങ്ങുന്നു. കഴിഞ്ഞു ഗൈസ്. ഏകദേശം തീർന്നു. കൊട്ടിക്കലാശാവനായി. എക്സാം എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. നമ്മൾ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പറയാം. ഞാൻ ഇവിടെ വെറും 10 ബോർഡിലേ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ 12 പഠിച്ചിരിക്കണ് എന്ന് വിശ്വാസത്തോടെ ഞങ്ങളെല്ലാവരും പോകുന്നു. എന്താവോ എന്തെങ്കിലുമൊക്കെ ആവണല്ലോ. ഈ സഫ ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞു ഗൈസ്. സഫന്റെ മൈൻഡിലിപ്പോൾ ഇങ്ങനെ ഇരിക്കണം. അൽഹംദുലില്ലാ കഴിഞ്ഞല്ലോ. നമ്മൾ ആദ്യം എത്തി. ഫസ്റ്റ് ഡേ നമ്മൾ ആദ്യം എത്തി. ഇഷ്ടം പോലെ പഠിക്കാണ്ട് ഒക്കെ പഠിച്ചു വെച്ചോണ്ട് തലയിൽ ഇങ്ങനെ നിറഞ്ഞിട്ട്. അങ്ങനെ ഗൈസ് ലാസ്റ്റ് ഫുഡ് സഫൊക്കെ ഫുഡ് മിസ് ചെയ്യും പറയുകയാണെങ്കിൽ കുറച്ചിടാ. അങ്ങനെ ഞങ്ങൾ കഴിക്കുന്നു ഗൈസ്. എക്സാമൊക്കെ കഴിഞ്ഞിട്ടോ ഗൈസ്. കുഴപ്പമില്ല, എല്ലാവരും പാസ്സായി ഗൈസ്. അപ്പം കാണാം. ഇനിയൊരു ക്ലാസ് ഉണ്ട്, ഒരു ക്ലോസിങ് സെറമണി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലോട്ട് പോകും. ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. കാരണം നിൽക്കാൻ കഴിയില്ല. തീരെ തളർത്തിന് വേദന വന്നത്. സോ ഗൈസ് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞു. ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് പോവാം. നമ്മളിവിടെ എന്തോ ഒരു സീരിയസ് പരിപാടിയിലാണ്. ഓനിവിടെ നടക്കുന്ന ഒരു കാര്യം. അപ്പം ഹലോ ഗൈസ്, നമ്മളിപ്പം തൃശ്ശൂർ സൂലാണ്. പോലേക്ക് ഒരു സ്റ്റോപ്പ് എടുത്തതാണ്. നടക്കാണ്ടിട്ട് ഇത്രയും ട്രാവൽ ചെയ്യല്ല. 2 ചോട്ടാസ് ഉള്ളതല്ലേ. അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് കാണിക്കാനും 2 ഇതിൻ്റെ ഒരു ഭ്രാന്തില്ല ആൾക്കാരാ. അങ്ങനെ കിടപ്പിലായി.